നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് ആനന്ദനാണല്ലോ വിളിക്കുന്നത്. നീ അറ്റൻഡ് ചെയ്യ്. ഞാൻ എടുക്കുന്നില്ല മുത്തശ്ശ. ഹലോ. ഹലോ, മുത്തശ്ശനായിരുന്നോ? മുത്തശ്ശ പറഞ്ഞ മോനെ. മുത്തശ്ശ ദേവികയില്ല എവിടെ? അവള് ആദ്യം നീ കാര്യം പറയൂ. ദേവിക മുത്തശ്ശനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അത് ഇല്ലെങ്കിൽ ഞാൻ പറയാം. ഇന്നലെ ദേവിക എന്നെ വന്ന് കണ്ടിരുന്നു. ഇവിടെ അമ്പലത്തിൽ വെച്ചാ കണ്ടത്. ദേവു എന്നെ വന്ന് കണ്ടത് കല്യാണം വേണ്ടെന്ന് പറയാനായിരുന്നു മുത്തശ്ശ. വിവാഹത്തിൽ നിന്ന് അവള് പിന്മാറുകയാണെന്ന്. മുത്തശ്ശനത് അറിഞ്ഞോ? മുത്തശ്ശനും കൂടെ അറിഞ്ഞിട്ടാണോ ദേവിക ഇന്നലെ വന്ന് എന്നെ കണ്ടത്? ദേവിക ആനന്ദനെ വന്ന് കണ്ട് വിവാഹത്തിൽ നിന്ന് പെരുമാറുന്ന കാര്യം പറഞ്ഞത് ഞാൻ അറിഞ്ഞു. പക്ഷേ എന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് അവൾ മോനെ വന്ന് കണ്ടത്. ഓഹോ, അപ്പോ ഞാനുമായിട്ടുള്ള വിവാഹം വേണ്ടെന്ന് ദേവിക മാത്രമാണോ തീരുമാനിച്ചത്? അവള് തനിച്ച് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തല്ലേ? അത് എന്തിനാ ദേവിക ഇത് വേണ്ടാന്ന് വെച്ചത്? ദേവികയെ പ്രതീക്ഷിച്ച് കഴിയുന്നവർക്ക് വേണ്ടി അവൾക്ക് അവളുടെ താല്പര്യം വേണ്ടെന്ന് വെച്ചേ മതിയാവുന്ന എന്നോട് പറഞ്ഞത്. അതെന്തോ ആയിക്കോട്ടെ, എത്ര വലിയ ഇഷ്യൂ ആണെങ്കിലും ആയിക്കോട്ടെ, ദേവികയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അവൾക്കൊപ്പം നിന്ന് ഞാൻ പരിഹാരം കാണാം. പക്ഷേ അവള് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താണെന്ന് മാത്രം എന്നോട് പറഞ്ഞാൽ മതി. അല്ലാതെ വിവാഹത്തിൽ നിന്ന് പിന്മാറേണ്ട യാതൊരു ആവശ്യമില്ല. മോനെ ആനന്ദ, നീ ടെൻഷൻ ആവാതിരിക്കേ. എനിക്ക് വലിയ വിഷമമുണ്ട് മുത്തശ്ശ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേവിക അവളുടെ അനിയത്തിമാരുടെ ജീവിതത്തെക്കുറിച്ചോർത്ത് ആദ്യം പിടിച്ച മോനോട് ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. അവൾക്ക് ഏറ്റവും വലുത് അവളുടെ കൂടപ്പറപ്പുകളുടെ ജീവിതമാണ്. സാരമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. അതിന് ഇത്തിരി സമയം എനിക്കതാ. സമയം എടുക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ കല്യാണം വേണ്ടാന്ന് മാത്രം പറയരുത്. ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചു പോയി. മോൻ നിരാശപ്പെടണ്ട. ഒരു കാര്യം ചെയ്യാം മുത്തശ്ശ, ഞാൻ അമ്മയും കൂട്ടി ദേവിക അവിടെ വന്ന് കാണാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സംസാരിക്കാം. അതായിരിക്കും നല്ലത്. ഞങ്ങൾ എന്തായാലും നാളെ അങ്ങോട്ട് വരാം. ശരി, എന്നാലൊക്കെ നിങ്ങൾ വാ, വന്നിട്ട് സംസാരിക്കാം. മുത്തശ്ശ. ശരി മുത്തശ്ശ. നാളെ ആനന്ദനും അവൻ്റെ അമ്മ ഇവിടെ വരും. അവർ വരുമ്പോ നീ മുഖം തിരിച്ചു നിൽക്കരുത്. നീ മുത്തശ്ശനെ വിഷമിപ്പിക്കാതെ വിവാഹത്തിന് എതിർപ്പൊന്നുമില്ല എന്ന് നീ അവരോട് പറയണം. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നമുക്ക് എന്തുകൊണ്ടും ആ ബന്ധം തന്നെ നല്ലത് മോള്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.